ഞാൻ പറയുന്നു, എനിക്ക് ശനിയാഴ്ച ഞാൻ പ്രസംഗിക്കുന്നവനാണ്, പക്ഷെ ഞാൻ ശനിയാഴ്ച ഉണ്ടോ? ഒരു പിടുത്തല്ല. ഞാനാണ് ഈ പറയുന്നത്. ശനിയാഴ്ച പ്രസംഗിക്കുന്നത് നമ്മുടെ മരണമാണ്. ഈ പ്രസംഗിക്കുന്നവന് ഇന്നത്തെ വാഴ കഴിയുമ്പോഴേക്കും എന്ത് ഹാലി എന്ന് എനിക്കറിയൂല. ഇത് നാം ഒക്കെ വിലയിരുത്തുക. അപ്പം ശനിയാഴ്ച ദിവസം നമ്മുടെ മരണമെന്ന മഹത്തായൊരു വിഷയമാണ് സംസാരിക്കുന്നത്. ഇബ്ലീസിൻ്റെ 10 മക്കൾ അല്ലാഹു തആല കാക്കട്ടെ. ഉദ്ഘാടനത്തിൽ ഒരു ചെറിയ രൂപത്തിലൊരു പേടിപ്പിക്കലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇബ്ലീസിൻ്റെ 10 മക്കൾ, അത് പക്ഷെ ആഴത്തിലുള്ള 2 അല്ലാഹു ശൈത്താൻ, ഇത് രണ്ടും വേർതിരിച്ച് ഉദ്ഘാടന പ്രഭാഷണത്തിൽ നമുക്കൊരു സൂചന നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആമുഖമായി കൂടുതൽ പറയാതെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്നേഹമുള്ള നാട്ടുകാരെ, ആഖിറു അഹ്ലിന്നാരി ഖുറൂജ വ ആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂല. സ്വർഗീയ ലോകത്ത് ആഖിറു അഹ്ലിന്നാരി ഖുറൂജ. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ആശയം, ഇന്നൽ മുഅ്മിന ലയറാ ദുനൂബഹു. ഒരു മുഅ്മിനായ മനുഷ്യൻ, തീർച്ചയായും ഒരു മുഅ്മിനായ മനുഷ്യൻ, ലയറാ ദുനൂബഹു, ആ മനുഷ്യൻ്റെ ദോഷങ്ങൾ, അവൻ ചെയ്ത തെറ്റുകൾ കാണുന്നതാണ്. ഒരു പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്ത് സാധു പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്തിരിക്കുന്നത് പോലെ ഏത് രൂപത്തിലായിരിക്കും അത്? മുഅ്മിനായ മനുഷ്യൻ തെറ്റ് ചെയ്താൽ വല്ലാത്ത പേടിയാണ്, വലിയ പേടിയാണ്. ആ നിലയ്ക്ക് അവൻ കാണും. നേരെ മറിച്ച് അന്നൽ ഫാജിറ, ഒരു വൃത്തികെട്ട മനുഷ്യൻ, ലയറാ ദുനൂബഹു, അവൻ ചെയ്ത തെറ്റുകൾ അവൻ കാണും. കദുബാബിൻ മറ അലാ അംഫിഹി, അവൻ്റെ മൂക്കിൻ്റെ അരികിൽ ഒരു ഈച്ച പാറിയാൽ എങ്ങനെയാ? ഒരു പേടിയുമില്ലാത്ത വിധത്തിൽ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെക്കുറിച്ചും ഫാജിറായ മനുഷ്യനെക്കുറിച്ചും പറയുകയാണ്, അല്ലാഹുവിനെ പേടിയുണ്ടോ? തെറ്റുകൾ വന്നു പോകും. തെറ്റ് വന്നാൽ വല്ലാത്ത കണ്ണീരൊടുക്കുന്ന അവസ്ഥയും വരും. ഫാജിറായ മനുഷ്യൻ്റെ മൂക്കിൻ്റെ അരികിലൂടെ ഈച്ച പറയാൽ എത്ര പേടിയാ, അത്രേ അവൻ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അവനുള്ള ശിക്ഷ കുറച്ചൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവെങ്കിൽ ശബ്ദം കേൾക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ നേതാവ് രണ്ടാക്കി തിരിച്ചു പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ആഖിറു അഹ്ലിന്നാർ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്. അല്ലാഹു തആല ചില ആളുകളെ 1000 കൊല്ലം നരകത്തിലിട്ട് ചുട്ടുകരിക്കുമത്രേ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. മറ്റു ചില ആളുകളെ അല്ലാഹു 500 കൊല്ലം നരകത്തിലിട്ട് ചുട്ടുകരിക്കും. വേറെ ചില ആളുകളെ 100 കൊല്ലം. യഖ്റുജു മിനന്നാരി ബഅദ അൽഫി ആമിൻ റജുലുൻ വലൈതനി ദാലിക റജുലാ. 1000 കൊല്ലം നരകത്തിൽ, കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും, നരകത്തിൽ കടന്ന് വെന്തളിയുന്നൊരു മനുഷ്യൻ, നരകത്തിൽ കടന്ന് വെന്തളിയുന്നൊരു മനുഷ്യൻ 1000 കൊല്ലം അല്ലാഹു തആല ആ മനുഷ്യനെ കരിക്കട്ട പോലെ കരിച്ചു കളയുന്നു, വീണ്ടും ഹയാത്താക്കുന്നു, വീണ്ടും കരിക്കട്ട പോലെ കരിക്കുന്നു. 1000 കൊല്ലം തികഞ്ഞു, പടച്ച റബ്ബ് വീണ്ടും ഹയാത്താക്കി. ആ കുട്ടി പറയുന്നു, പടച്ചവൻ എൻ്റെ റബ്ബ്, ഖാലിഖായ എൻ്റെ റബ്ബ് ഒരിക്കലും ഇനി എന്നെ കരിക്കൂല. വീണ്ടും അതാ കരിയാൻ തുടങ്ങുന്നു. നാട്ടുകാരെ, 2 കാലുകൾ ഉണങ്ങിയ വിറകിൽ മണ്ണെണ്ണൊടിച്ച് തീ പിടിപ്പിച്ചാൽ എങ്ങനെയാണ്, അതുപോലെ 2 കാലുകൾ 1000 കൊല്ലത്തിന് ശേഷം വീണ്ടും അങ്ങ് കത്തുന്ന സമയം, യാ ഫത്താഹ് അൻത അർഹമുർ റാഹിബീൻ, അൻത അർഹമുർ റാഹിബീൻ, അൻത അർഹമുർ റാഹിബീൻ. 1000 കൊല്ലത്തിന് ശേഷം വീണ്ടും 2 കാലുകൾ അങ്ങ് കത്താൻ തുടങ്ങുമ്പോൾ നരകമാകുന്ന ആളിക്കത്തുന്ന ജഹന്നമിൽ കിടന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ കണ്ണീർ, യാ അല്ലാഹ് അൻത അർഹമുർ റാഹിമീൻ. 3 പ്രാവശ്യം അല്ലാ എന്ന് വിളിച്ച് കരയുമ്പോൾ അല്ലാഹു പറയുന്നു, മലക്കുകളെ, ആ മനുഷ്യനെ
നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ. 1000 കൊല്ലത്തിന് ശേഷമാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നത്. അല്ലാഹുവിൻ്റെ മലായിക്കത്ത് പരസ്പരം സന്തോഷത്തോടെ അവൻ്റെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ യഖ്റുജു മിനന്നാരി ബഅദ അൽഫി ആമിൻ റജുലുൻ 1000 കൊല്ലത്തിന് ശേഷം നരകത്തിൽ നിന്നൊരു പാവപ്പെട്ട മനുഷ്യനെ അല്ലാഹു സ്വർഗത്തിലേക്ക് വിടുമ്പോൾ കൂടെ കിടക്കുന്ന അയൽപ്പക്കത്തുള്ള അയൽവാസിയായ രണ്ടാമൽ വലൈതരീ കുന്തു ദാലിക റജുലാ, കൂടെ കിടന്നവൻ അതാ വീണ്ടും നരകത്തിൽ കടന്ന് വെന്തളിയുന്നു, വീണ്ടും അതാ കരിഞ്ഞു പോകുന്നു, വീണ്ടും അല്ലാഹു ഹയാത്താക്കുന്നു. ആ മനുഷ്യനങ്ങ് കണ്ണീരൊടുക്കിക്കൊണ്ട് യാ റബ്ബൽ ആലമീൻ, നിന്നോട് വെറുത്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ലാ, നിന്റെ മുത്തുനബിയോട് വെറുത്തുകൊണ്ടും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്തില്ല, നിന്റെ ദീനാകുന്ന ഇസ്ലാമിനെ അവഹേളിച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല റഹ്മാനേ. എൻ്റെ കൂടെ കിടക്കുന്നവരെ നീ സ്വർഗത്തിലേക്ക് വിട്ടല്ലോ, എന്നെയും കൂടെ യാ റബ്ബൽ ആലമീൻ, യാ റബ്ബൽ ആലമീൻ, എന്നെയും കൂടെ സ്വർഗത്തിലേക്ക് വിട്ടാൽ നിന്റെ ഖജനാവിൽ വല്ലതും കുറയുമോ? എന്നെ നരകത്തിലിട്ട് പൊരിക്കുന്നത് കൊണ്ട് നിനക്കെന്താണ് കിട്ടാൻ പോകുന്നത്? എന്നെയും കൂടെ സ്വർഗത്തിലേക്ക് വിട്ടാൽ നിനക്കെന്താണ് നഷ്ടമാവുക? യാ ഫത്താഹ് ലാ തുഅദ്ദിബിനി ബികസ്റത്തി ദുനൂബി അൻത ഖാദിറുൻ അലാ അൻ തർഹമനി. പടച്ചവനെ, നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് എനിക്കൊന്നും നിന്റെ മുന്നിൽ എടുത്തു വെക്കാൻ എൻ്റെ കയ്യിലില്ല. ഭൗതിക ലോകത്ത് ജീവിച്ചപ്പോൾ ഞാനൊന്നും എടുത്തു വെച്ചില്ല. അതുകൊണ്ട് നിന്റെ മഹദ് ഫദ്ൽ അത് മുൻനിർത്തി എന്നെയും കൂടെ സ്വർഗത്തിലേക്ക് നീ അങ്ങ് വിടണേ റഹ്മാൻ. അല്ലാഹു പറയുന്നു, മലക്കുകളെ, ആ കുട്ടിയെ കൂടെ കൊണ്ടുപോയിക്കോളൂ സ്വർഗത്തിലേക്ക്. ആഖിറു അഹ്ലിന്നാരി ഖുറൂജാ, നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം രക്ഷപ്പെടുന്നൊരു കുട്ടിയാണ് ഈ മനുഷ്യൻ. വആഖിറു അഹ്ലിൽ ജന്നത്തി ദുഖൂലാ, സ്വർഗത്തിൽ ഏറ്റവും അവസാനം കിടക്കുന്നവനും ഈ വ്യക്തിയാണ്. ആദം നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യ മക്കളിൽ ഈ വ്യക്തിയാണ് അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്നത്. ഇനി ഒരാൾ സ്വർഗത്തിൽ കിടക്കാനില്ല സ്വഹാബത്തെ. ആ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന റഹ്മത്ത് കേൾക്കണോ? ലഹുദ്ദുനിയാ വഅശറതു അംസാലിഹാ, ദുനിയാവും ദുനിയാവിലെ 10 ഇരട്ടി അനുഗ്രഹങ്ങളും അല്ലാഹു ആ മനുഷ്യന് കൊടുക്കും. 1000 കൊല്ലം നരകത്തിലിട്ട് ചുട്ടുകരിഞ്ഞ ആ മനുഷ്യനെ പടച്ച റബ്ബ് സ്വർഗത്തിലേക്ക് വിട്ടാൽ ലഹുദ്ദുനിയാ വഅശറതു അംസാലിഹാ, ആ മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന റഹ്മത്ത് ദുനിയാവും ദുനിയാവിലെ 10 ഇരട്ടി അനുഗ്രഹങ്ങളും സ്വഹാബികളെ കഴിഞ്ഞില്ല. ഏറ്റവും അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്ന ആ മനുഷ്യന് സ്വർഗത്തിലെ ഖാദിമീങ്ങളെ കേൾക്കണോ? മിൻ 70 മലായിക, 70,000 മലക്കുകളാണ് ആ മനുഷ്യന് ഖാദിമീങ്ങളായി. വെള്ളം വേണോ, ഭക്ഷണം വേണോ, എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? ആവശ്യത്തിൻ്റെ സമയത്ത് വന്ന് ചോദിക്കുന്ന 70,000 മലക്കുകളെ ഖാദിമീങ്ങളാക്കി അല്ലാഹു ആ മനുഷ്യന് നിയമിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി ഫീ ഖദ്ദി സുദ്ദി من الخلفاء خطان أسودان من بكائي
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അത് കേട്ടപ്പോൾ ഉമറുൽ ഫാറൂഖ് ഫീ ഖദ്ദി ഫാറൂഖിൻ മിനൽ ഖുലഫാഇ ഖത്താനി അസ്വദാനി മിൻ ബുകാഇ. അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും പവറുള്ള രണ്ട് മുത്തുകളാണ് സിദ്ദീഖുൽ അക്ബറും ഉമറുൽ ഫാറൂഖ് തങ്ങളും. അവരോട് കരയുന്നത് യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്നവരിൽ ഞങ്ങൾ പെടൂലേ നബിയേ? ആ ലാസ്റ്റിൽ കിടക്കുന്നവൻ ഞാനാവില്ലേ? റസൂലുള്ളാഹ് സിദ്ദീഖിന്റെ മടിയിൽ കിടന്ന മുത്താണ്. ആ സിദ്ദീഖ് തങ്ങളെ പോലെയുള്ളവരാ പറയുന്നത്, ലാസ്റ്റ് സ്വർഗത്തിൽ കിടക്കുന്നവരിലെങ്കിലും ഞാൻ പെടില്ലേ നബിയേ? ആകാശത്തിലൂടെ പാറിക്കളിക്കുന്ന പക്ഷികളെ നോക്കി ഒരു പക്ഷി ഞാനായിരുന്നുവെങ്കിൽ എനിക്ക് ഈ കാണുന്ന ഭൂമിയിലെ സുഖ ലഭിക്കുമോ? ഒരു പുൽക്കൊടി എടുക്കുന്നു, ആ പുൽക്കൊടി എടുത്തുകൊണ്ട് ഈ പുൽക്കൊടി ഞാനായിരുന്നുവെങ്കിൽ എനിക്ക് കണ്ണീരെടുക്കേണ്ട ഗതിയില്ലല്ലോ. മഹാന്മാര് കണ്ണീരെടുക്കുന്നുവെങ്കിൽ സാധുക്കളാണ് നാട്ടുകാരെ നാം, പാവങ്ങളാണ് നാം. റസൂലുള്ളാഹി പറഞ്ഞു, ഇബ്ലീസിന്റെ 10 അനുയാ കൂട്ടുകാരും 10 മക്കളും അവർക്ക് സ്വർഗത്തിൽ കിടക്കാൻ പ്രയാസമാണ് തൗബ ചെയ്തില്ല എങ്കിൽ. അല്ലാഹു ഗഫാറാൻ, 100ഓളം വരുന്ന ആളുകളെ കൊന്നൊടുക്കിയ മനുഷ്യൻ അല്ലാ എന്ന് വിളിച്ചു കൊടുത്തു. 70 ചില്ലാനം പെൺകുട്ടികളെ അറുത്ത് കളഞ്ഞ ദീനിന്റെ പടയാളികളെ, 70 ചില്ലാനം പെൺകുട്ടികളെ അറുത്ത് കളഞ്ഞൊരു മനുഷ്യൻ അല്ലാ എന്ന് വിളിച്ച് കണ്ണീരൊടുക്കി തൗബ ചെയ്തു, സ്വർഗത്തിൻ്റെ ഉടമയാണ്. ആ മനുഷ്യന്റെ പേര് എന്ന് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു, റളിയല്ലാഹു അൻഹു. സാധുക്കളായ നാം ഖേദിക്കണോ? സാധുക്കളായ നാം നിരാശരാവണ്ട. എത്ര തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിലും അല്ലാ എന്ന് വിളിച്ച് തൗബ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും റസൂലുള്ളാഹി കൈയൊടിക്കൂല, അല്ലാഹു തആല അവനെ നരകത്തിലിടൂല്ല. അതുകൊണ്ട് ആ 10 മക്കളിൽ ഞാൻ പെട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പെടില്ല. പെട്ടതായി തോന്നുന്നുണ്ടോ? തൗബ ചെയ്യും. ഈ ഒരു മനസ്സ് കിട്ടാൻ വേണ്ടി പ്രസംഗിക്കുന്ന ഞാനടക്കമുള്ള നമുക്ക്, ഞാൻ എന്നോട് പറയുന്നു, കൂട്ടത്തിൽ ശബ്ദത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കേട്ടൽ ഉപകരിക്കുമെന്ന നീയത്തിലൂടെ ഞാൻ എന്നോടാണ് ഈ പറയുന്നത്. ഇബ്ലീസിന്റെ 10 മക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളിൽ നിന്ന് നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. റസൂലുള്ളാഹിന്റെ 10 കുട്ടികൾ അത് നമ്മളാവണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പൊ ഇബ്ലീസിന്റെ 10 മക്കൾ ഇത് പറയുമ്പോൾ ആരെങ്കിലും അവധിയിലൂടെ ഏതെങ്കിലും ഒരു കുട്ടിയെ ശൈത്താൻ പടപ്പിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കണ്ണീരൊടുക്കി ഇസ്തിഗ്ഫാർ ചെയ്ത് അവിടുന്ന് ദുആ ചെയ്ത അല്ലാഹ് കൊടുക്കൂല, ഒരാളെ അല്ലാഹ് കൊടുക്കൂല, ഖായിബാക്കില്ല. റബ്ബിൻ്റെ പാവപ്പെട്ട അടിമകളാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ റസൂലുള്ളാഹി പറഞ്ഞ ആ 10 കുട്ടികളെ കുറിച്ച് പെട്ടെന്ന് വായിക്കും. ഇബ്ലീസിന്റെ 15 ശത്രുക്കൾ, നമ്മൾ 10 മക്കളും അവൻ്റെ 15 ശത്രുക്കളും അത് വിഷയത്തിൽ കൊടുത്തിട്ടില്ല. ഈ 10 പറഞ്ഞ് സമയം കിട്ടിയ 15 ശത്രുക്കളും പറയും. അങ്ങനെ ആയതുകൊണ്ട് 15 ശത്രുക്കൾ നമ്മുടെ വിഷയത്തിൽ കൊടുത്തിട്ടില്ല. ഇബ്ലീസിന്റെ 10 മക്കളെ കൊടുത്തു, 15 ശത്രുക്കളുണ്ട് ഇബ്ലീസിന്റെ. അപ്പോ 10ഉം 15ഉം 25 കുറിച്ച് പറയണം. 10 പറഞ്ഞ് ബാക്കി സമയം കിട്ടുന്നത് പോലെ നമുക്ക് 15 പ്രവേശിക്കാം. അല്ലാഹു തആല പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നല്ലൊരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലി ഇബ്ലീസ യാ മൽഊൻ. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി ശൈത്താനെ വിളിച്ചു, യാ ഇബ്ലീസ് യാ മൽഊൻ, ലഅനത്താക്കപ്പെട്ട പഹയനായ ഇബ്ലീസേ. റസൂലുള്ളാഹി വിളിക്കുക. നോക്ക് നിങ്ങൾ, നബിത്തങ്ങൾ വിളിക്കുന്നതന്നെ യാ മൽഊൻ, ലഅനത്താക്കപ്പെട്ട പഹയൻ ഇബ്ലീസേ, ലഅനത്തുല്ലാഹി അലൈഹി. നല്ല ഉറക്കെ ചൊല്ലിക്കോളി. ശൈത്താൻ പഹയൻ നമ്മളെ പഠിപ്പിക്കാൻ വരും. ഞാൻ എനിക്ക് കൂട്ടത്തിൽ ഇങ്ങനെ ശക്തിയായിട്ട് പറയുന്നു, യാ മൽഊൻ,
യാ ഇബ്ലീസ് ലഅനത്തുല്ലാഹ്, കാട്ടുകള്ളൻ, പഹയൻ. നോക്കൂ നിങ്ങൾ, ആ മൽഊനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹ് ചോദിക്കുന്നു, മൻ റുഫഖാഉക മിൻ ഉമ്മത്തി, എൻ്റെ പാവപ്പെട്ട മക്കളിൽ നിന്റെ മക്കൾ ആരൊക്കെയാണ്? നിന്റെ ഇഖ്വാനീങ്ങൾ ആരൊക്കെയാണ്? എൻ്റെ മക്കളിൽ, എൻ്റെ സമുദായത്തിൽ, എൻ്റെ ഉമ്മത്തിൽ എടോ ശൈത്താൻ, നിന്റെ മക്കൾ ആരൊക്കെയാണ്? റസൂലുള്ളാഹ് ചോദിക്കുകയാണ്. ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, പഹയൻ പറഞ്ഞു, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഉറക്കച്ചൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് പറഞ്ഞു അവിടുന്ന്, ഖാല അശ്റാ യാ മുഹമ്മദാ, മുഹമ്മദേ നിങ്ങളുടെ ഉമ്മത്തിൽ എൻ്റെ മക്കൾ 10 ഉണ്ട്. റസൂലുള്ളാഹ് ചില താരീഖിൻ്റെ ഗ്രന്ഥങ്ങൾ കാണാം, നിങ്ങളുടെ ഉമ്മത്തിൽ എൻ്റെ മക്കൾ 10 ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി തങ്ങൾ കണ്ണീരൊടുക്കി. കാരണം നമുക്ക് വേണ്ടി വല്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്ന സമയം അസ്റായിലെ ഒന്ന് മെല്ലെ പിടിക്കണം, വല്ലാത്ത വേദനയുണ്ട്. യാ അസ്റായിൽ, മെല്ലെ പിടിക്കണം, വല്ലാത്ത വേദനയുണ്ട്. നബിയേ യാ റസൂലല്ലാഹ്, ലോകത്ത് കോടിക്കണക്കായ ആളുകളുടെ റൂഹിനെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇത്രയും ലളിതമായ ശാന്തമായ രൂപത്തിൽ ഒരാളെ റൂഹും ഞാൻ പിടിച്ചിട്ടില്ല നബിയേ. ആ സമയം റസൂലുള്ളാഹ് കരഞ്ഞു. അസ്റായിൽ ചോദിച്ചു, നബിയേ എന്തിനാണ് അവിടുന്ന് കരയുന്നത്? എൻ്റെ അസ്റായിലേ, എൻ്റെ റൂഹ് പിടിക്കുമ്പോൾ ഈ വേദനയുണ്ട് എങ്കിൽ എന്നെ കാണുക പോലും ചെയ്യാത്ത എൻ്റെ പാവപ്പെട്ട മക്കൾ എൻ്റെ വഫാത്തിന് ശേഷം വരും. അവർ സാധുക്കളാണ്. എൻ്റെ വാള് കേൾക്കാനും എൻ്റെ കൂടെ നിസ്കരിക്കാനും ഭാഗ്യം ലഭിക്കാത്ത എൻ്റെ പൊന്നുമക്കൾ, ആ മക്കളുടെ റൂഹിനെ പിടിക്കുമ്പോൾ അവർക്ക് എത്ര വേദനയുണ്ടാകും. അസ്റായീൽ വല്ലാലി അജലി ഫാത്തിമ ബുനയ്യതി വല്ലാലി ആയിഷ ബക്കത്തിലി മനിയതി, എൻ്റെ ഫാത്തിമാനെ ഓർത്തിട്ടല്ല അസ്റായീലേ ഞാൻ കരഞ്ഞത്. എൻ്റെ കരളായ ഫാത്തിമ, എൻ്റെ ആയിഷയുണ്ടല്ലോ, എൻ്റെ എല്ലാമായ എൻ്റെ ഖദീജയുണ്ടല്ലോ, വലാലി സുബ്തി യൽ ഹുസൈനി വൽ ഹസൻ ലാകിൻ ലി അജലി ഉമ്മത്തി യാ ഉമ്മത്തി, ലാകിൻ ലി അജലി ഉമ്മത്തി യാ ഉമ്മത്തി. അസ്റായിലേ, എൻ്റെ പാവപ്പെട്ട ഫാത്തിമാനെ, ഹസൻ ഹുസൈൻ എന്ന മക്കളെ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഈ സമയത്ത് ഞാനങ്ങ് കരഞ്ഞത് എൻ്റെ റൂഹ് പിടിക്കുമ്പോൾ ഈ വേദനയുണ്ട് എങ്കിൽ എന്നെ കാണുക പോലും ചെയ്യാത്ത ധാരാളം ഉമ്മവങ്ങന്മാർ ഈ ഭൂമിയിൽ വരുമല്ലോ. അവരുടെ റൂഹ് പിടിക്കുമ്പോൾ അവർക്ക് എത്ര വേദനയുണ്ടാകും. ആ പാവങ്ങളെ ആ സമയത്ത് സമാധാനിപ്പിക്കാൻ ആരുണ്ട്? അസ്റായീലേ. ഖാല റസൂലുള്ളാഹി, നമ്മ ഓർത്തുകൊണ്ട് വല്ലാതെ കരഞ്ഞുപോയ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ എൻ്റെ മക്കൾ 10 ഉണ്ട്. ഇത് പറഞ്ഞപ്പോൾ നബി തങ്ങളാണ് കരയുന്നത്. എന്താ ഉമ്മത്തിനോടുള്ള നമ്മോടുള്ള വല്ലാത്ത സ്നേഹമാണത്. ആരൊക്കെയാണ് ഇബ്ലീസേ? അവിടുന്ന് വിവരിക്കുന്നു, അവ്വലുഹും സുൽത്താനുൽ ജാഇറുൽ. ഒന്നാമതായി ഈ 10 നമുക്കിങ്ങനെ നാട്ടുഭർത്താനായിട്ട് പറയാൻ കഴിയണം കേട്ടോ. ഇബ്ലീസിൻ്റെ 10 മക്കളെ നമുക്കിങ്ങനെ പറയാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉറക്കെ ആമീൻ പറഞ്ഞോളി. ഈ പഹയെന്ന് സദസ്സിൽ വരരുത്, അതുകൊണ്ട് നല്ലോണം ആമീൻ പറഞ്ഞോളി. ഇബ്ലീസിൻ്റെ 10 മക്കളിൽ ഒന്നാമതായി പഹയൻ പറഞ്ഞത്, എൻ്റെ ഒന്നാമത്തെ മോനാരാണെന്നറിയുമോ? സുൽത്താനുൽ ജാഇറുൽ, അക്രമിയായ ഭരണാധികാരിയാണ്. പാവപ്പെട്ട മനുഷ്യരെ കൊന്നെടുക്കുന്ന, പാവങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന, പാവങ്ങളെ തിരിഞ്ഞു നോക്കാത്ത അക്രമികളായ ഭരണകർത്താക്കൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ എൻ്റെ മക്കളാണ്. അക്രമികളായ ഭരണകർത്താക്കൾ. وقد تخلل في
أثناء لحيته منها الدخان وفوه غاب فيها يستقبل النار خوف النار في غده والعين من خشية سالت معطيها. ഇസ്ലാമിക ലോകത്തെ ഖലീഫയായ അന്നത്തെ ഭരണാധികാരി സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് കൂട്ടുകാരെ ശിക്ഷകണങ്ങളെ വിളിച്ച് വീട് വിടാന്തരം നടക്കും. പാതിരാ സമയത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ? ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ? രാത്രിയുടെ പകുതി കഴിഞ്ഞു. ഉമ്മമാരെ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ കിസ്റ കൈസർ സാമ്രാജ്യത്തെ കിടിലം കൊള്ളിച്ച നേതാവാണ്. 8ഓളം രാഷ്ട്രത്തിൻ്റെ അധിപനാണ്. ആ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അബൂ തുൽഹത്തിനെ പോലെയുള്ള കൂട്ടുകാരെയും വെച്ച് വിളിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നു. പാതിരാ സമയം ഒരു വീട്ടിൽ നിന്ന് തേങ്ങിക്കരച്ചിൽ, ചെറിയ കുട്ടികളുടെ തേങ്ങിക്കരച്ചിൽ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, തുൽഹത്തെ പോയി നോക്കി, എന്താണ് ആ മക്കൾ കരയുന്നത്? എന്തിനാണ് ആ പൊന്നുമക്കൾ അവിടെ കരയുന്നത്? ചെന്നു നോക്കുമ്പോ ബിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് ആ സാധു മക്കൾ കണ്ണീരൊടുക്കുന്നു. അബൂ തുൽഹത്ത് എന്നവരെ പറഞ്ഞു, ഉമ്മാ. നേരെ അടുക്കളയിലേക്ക് വിളിക്കുന്നു. എന്തിനാ കുട്ടികൾ കരയുന്നത്? ബിഷപ്പിന്റെ കാഠിന്യം കൊണ്ടാണ്. രാജ്യം ഭരിക്കുന്ന ഉമർ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ ഉമ്മാ? രാജ്യം ഭരിക്കുന്ന ഉമർ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? എന്ത് ഉമർ മോനെ? യതവല്ല ഉമൂറനാ വയഗ്ഫിലു അന്നാ. അവർക്ക് വോട്ടിന് വേണ്ടി വല്ലാതെ പല അഭിലാഷങ്ങളും പല മോഹങ്ങളും മോഹിപ്പിച്ചുകൊണ്ട് ഒരു വോട്ട് കിട്ടാൻ വേണ്ടി ഓടി നടക്കും. കിട്ടേണ്ടത് കിട്ടിയാൽ പിന്നെ സാധുക്കളെ ഓർമ്മയുണ്ടോ? നോക്കൂ നിങ്ങൾ, യതവല്ല ഉമൂറനാ വയഗ്ഫിലു അന്നാ. ഒരു പഞ്ചായത്ത് മെമ്പറാണോ, ഒരു MLA ആവണോ, ആവുന്നതിന് മുമ്പ് എത്ര വീടുകളാണ് കയറിയിറങ്ങുന്നത്? ആയിക്കഴിഞ്ഞാൽ അവരൊന്ന് സന്തോഷത്തോടെ നന്ദി കാണിക്കാൻ വേണ്ടി അങ്ങാടികളുടെ പരിസര സ്റ്റേജുകൾ പ്രത്യക്ഷപ്പെടുകയല്ലാതെ പിന്നെ വീടുകളിൽ കയറിയിറങ്ങുമോ? ആ മദീനക്കാരിയായ ഉമ്മയാണ് പറയുന്നത്, യതവല്ലാ ഉമൂറനാ വയഗ്ഫിലു അന്നാ. പല വാഗ്ദത്തങ്ങളും ചെയ്യും, പക്ഷേ MLA ആയാൽ, മന്ത്രിയായാൽ, ഭരണാധികാരിയായാൽ പിന്നെ അവർ ആ വാഗ്ദത്തം ചെയ്തതൊക്കെ മറന്നുപോകും. ഉമർ ഞങ്ങൾ അറിയൂല മോനെ. നാട്ടുകാരെ, അബൂ തുൽഹത്ത് എന്നോരോടി. ഉമറുൽ ഫാറൂഖ് തങ്ങൾ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അവിടുന്ന് കരയാൻ തുടങ്ങി. നേരിൽ കേട്ടു, തുൽഹത്തെ ആ ഉമ്മ എന്താ പറഞ്ഞത്? അവിടുന്ന് പറഞ്ഞു, യാ ഇമാമൽ മുത്തഖീൻ, തങ്ങളെ എന്തു ഉമർ എന്ന് അവർ ചോദിക്കുന്നത്. മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പാതിരാ സമയത്തോടുന്നു. അവിടുന്ന് കുട്ടികൾക്ക് വേണ്ടുന്ന അരികളും ഗോതമ്പുകളും പൊടികളുമൊക്കെ എടുത്തിട്ട് തുൽഹത്തിനോട് പറയുന്നു, തുൽഹത്തെ ഇത് എൻ്റെ തലയിലേക്ക് നിങ്ങൾ വെച്ചു തരോ? ബഹുമാനപ്പെട്ട എൻ്റെ ഉമ്മമാരെ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ പൊക്കിയിട്ട് പൊങ്ങുന്നു, പക്ഷേ പൊങ്ങുന്നില്ല. തുൽഹത്തിനോട് പറയുന്നു, ഇത് എൻ്റെ തലയിലേക്ക് നിങ്ങൾ വെച്ചു തരുമോ? മഹാനായ തുൽഹത്ത് എന്നവർ പറഞ്ഞു, അന്ത അമീറുൽ മുഅ്മിനീൻ, ഞങ്ങളുടെ തലയിലേക്ക് വെച്ചു തരൂ. നിങ്ങൾ രാജാവാണ്. ഞങ്ങൾ ഇവിടെ പൊക്കിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ മുന്നിൽ നടന്നാൽ മതി. ഉടൻ തന്നെ അവിടെ നിന്ന് പറയുന്നു, തുൽഹ യാ തുൽഹ അതഹ്മിലു മിന്നി വിസ്രി യൗമൽ ഖിയാമ യാ തുൽഹ. തുൽഹത്തെ, ഈ ഭരണാധികാരിയായ എൻ്റെ അല്ലാഹു തആല മഹ്ശർ എന്ന തലത്ത് വെച്ച് എൻ്റെ ദോഷങ്ങളാകുന്ന ശിക്ഷകളാകുന്ന ചുമടുകൾ എൻ്റെ തലയിലേക്ക് വെക്കുമ്പോൾ ഞാനത് പേറിക്കൊള്ളാമെന്ന് നിങ്ങൾ പറയുമോ തുൽഹ? സാധിക്കില്ല തുൽഹത്തെ, അത് ഞാൻ തന്നെ ചുമക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇത് എൻ്റെ തലയിലേക്ക് വെച്ച് തരണം. ഉമ്മമാരെ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ
ആ ചുമട് പൊക്കിയിട്ട് 8ഓളം രാഷ്ട്രത്തിൻ്റെ അധിപനായ ഉമറാണ് മെല്ലെ മെല്ലെ പോകുന്നത്. പൊക്കിയിട്ട് പൊങ്ങുന്നില്ല, നടക്കാൻ വയ്യ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ മെല്ലെ പോകുന്നു ആ വീട്ടുമുറ്റത്ത്. മക്കളോട് പറയുന്നു, മക്കളെ ഉമ്മയോട് അടുക്കൽ നിന്ന് മാറി നിൽക്കാൻ പറയണം. ആ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അടുക്കളയിൽ ചെന്ന് പത്തിരി ചുട്ടുകൊടുക്കുന്നു, ചപ്പാത്തി ചുട്ടുകൊടുക്കുന്നു, ആ ചോര പൈതലുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നു. വയറ് നിറയോളം മഹാനായ ഉമറുൽ ഫാറൂഖ് കടിപ്പിച്ചിട്ട്, മക്കളെ ഇത് ഉമ്മാക്ക് കൊടുക്കണം. എന്നിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, ഉമ്മാ വല്ല വിഷമം അനുഭവിക്കുന്നുവെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഉമറിനോട് നിങ്ങൾ അറിയിക്കണം കേട്ടോ. അടുക്കള മറക്ക് പിന്നിൽ നിന്നുകൊണ്ട് ആ മക്കളുടെ പൊന്നുമ്മ, മോനെ ഉമർ പോയി പണി നോക്കട്ടെ. ഉമർ എന്താ ഉമറിനെക്കുറി ഉമറിനോട് പറയില്ല, പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞങ്ങൾക്കറിയില്ല, നിങ്ങളോട് ഞങ്ങൾ പറയാം. ആ ഉമറുൽ ഫാറൂഖ് കണ്ണീരോടെ പറഞ്ഞു, ഉമ്മ അന ഉമർ അന ഖലീഫ അന അമീറുൽ മുഅ്മിനീൻ. ഞാൻ അറിയൂല ഉമ്മ, നിങ്ങളെനിക്ക് പൊരുത്തപ്പെട്ട് തരണം. ഞാനാണ് രാജ്യം ഭരിക്കുന്ന ഉമറുൽ ഫാറൂഖ്. ആ സമയത്ത് ആ ഉമ്മ കണ്ണീരൊടുക്കിക്കൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ദുആ ചെയ്യുന്നു. നാട്ടുകാരെ, ഭരണാധികാരിയാണോ, ഒരു MLA ആണോ, ഒരു പഞ്ചായത്ത് മെമ്പറാണോ, പാവങ്ങളുടെ കണ്ണീരപ്പാൻ ആ മനുഷ്യൻ വല്ലതും കണ്ടില്ല എങ്കിൽ അല്ലാഹു ഈ ഭൂമിയിൽ വെച്ചു തന്നെ ആ മനുഷ്യനെ വെറുതെ വിടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഇബ്ലീസ് പറയുന്നത്, ഒന്നാമത്തെ എൻ്റെ മകൾ സുൽത്താനുൽ ജാഇറുൽ, അക്രമിയായ പാവങ്ങളുടെ കണ്ണീരപ്പാൻ മനസ്സില്ലാത്ത അക്രമിയായ ഭരണാധികാരികൾ, അവരെല്ലാം എൻ്റെ മക്കളാണ് നബിയേ. ശൈത്താൻ പറയാ ഒന്ന്. രണ്ടാമതായി പറയുന്നു, ഗിനൽ മുതകബ്ബിറുൽ, അഹംഭാവിയായ കിബിർ കാണിക്കുന്ന മുതലാളിയാണ്. യാ റസൂലല്ലാഹ്, ഒരു കിബിർ കാണിക്കുന്ന അഹംഭാവിയായ മുതലാളി അത് എൻ്റെ രണ്ടാമത്തെ മകനാണ്. നഊദു ബില്ലാഹ്. അഹംഭാവിയായ മുതലാളിയാകുന്നതിന് കുഴപ്പമില്ല. അല്ലാഹു തആല എത്രയാ നിഅമത്തുകൾ കൊടുത്തുപോയത് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ. നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹ് കൊടുത്തതിന് കണക്കുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുതലാളിയാകുന്നതിന് കുഴപ്പമില്ല, അത് അല്ലാഹ് കൊടുക്കുന്ന റഹ്മത്താണ്. അല്ലാഹു ചില ആളുകൾക്ക് കൊടുക്കുന്ന റഹ്മത്താ. പക്ഷേ അവൻ മുത്തക്കബ്ബിറാവരുത്, മുത്തവാദി ആവണം, വിനയമുള്ള മുതലാളിയാണോ അല്ലാഹു കൊടുക്കുന്ന നിഅമത്താണ്. ഒരിക്കൽ സ്വഹാബികൾ വന്നുകൊണ്ട്, നബിയേ, ആ ഉസ്മാൻ തങ്ങളെപ്പോഴും ചൂണ്ടിട്ടവൻ അവരൊക്കെ മുതലാളിമാരാ, അവരൊക്കെ പാവങ്ങൾ എത്ര സഹായിക്കുന്നു, ഞങ്ങൾക്കതിന് കഴിയുന്നില്ല. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾക്ക് സ്വർഗത്ത് കിടക്കണ്ടേ, അതുപോലത്തെ പദവി ഞങ്ങൾക്ക് കിട്ടണം, അതിനെന്തെങ്കിലും പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ സുബ്ഹാനല്ലാഹ് ഓരോ വഖത്ത് നിസ്കാര ശേഷം ഇന്ന ദിക്റ് ഇന്നതൊക്കെ ചൊല്ലിക്കൊള്ളുന്നവർ. ഈ പാവപ്പെട്ട സ്വഹാബികളൊക്കെ ചൊല്ലാൻ തുടങ്ങി. ഉസ്മാൻ തങ്ങളൊക്കെ അല്ലേ മെല്ലെ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ചൊല്ലണോ ചോദിച്ചു. ഉസ്മാൻ തങ്ങൾ കാരണം ചോദിച്ചാൽ പിന്നെ ഇൽമു പറഞ്ഞു കൊടുക്കണമല്ല, നിങ്ങളെന്താ ചൊല്ലണോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊക്കെ മുതലാളിമാരല്ലേ, നിങ്ങൾ സ്വതക്ക ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹ് തന്നതിൽ നിന്ന് കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പാറിക്കളിക്കാനുള്ള അവസരം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ കയ്യിലില്ല. ഞങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, അപ്പോൾ ഞങ്ങൾക്ക് ഇന്നതൊക്കെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ഉസ്മാൻ തങ്ങൾ വിടുമോ? ഉസ്മാൻ തങ്ങൾ പള്ളിയുടെ മൂലയിരുന്ന് ചൊല്ലാൻ തുടങ്ങി. ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ സ്വഹാബത്ത് പാവങ്ങൾ ഓടിച്ചെന്ന്, നബിയെ അത് അവരും ചെല്ലുന്നുണ്ട്. നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞല്ലോ, മൂന്നാമത്തെ പപ്പടം അളിയാക്കെടുത്തു വന്നു ആ ശൈലിയിൽ. നബിയെ ഇത് വെറും ചെല്ലാൻ തുടങ്ങി. അപ്പോൾ വതബസ്സമ റസൂലുള്ളാഹി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വഹാബത്തെ, അല്ലാഹ് കൊടുക്കുന്ന റഹ്മത്താണത്. ചില ആളുകൾക്ക് അല്ലാഹ് നിഅമത്ത് കൊടുക്കും, അതിന് അല്ലാഹ് എന്ത് കൊടുത്താൽ അവർക്ക് പള്ളിയിൽ വരെ സമയമല്ല, ജമാഅത്തിന് കൂടെ സമയമല്ല, അത് പറയാൻ കഴിയൂല, അത് പറയൂല. എന്ത് കൊടുത്താലും ശരി കൃത്യ ടൈമിന് ജമാഅത്തിന് പള്ളിയിലുണ്ടാവും. ഇനി അത് കച്ചവടം തടസ്സമല്ല, മുതൽ തടസ്സമല്ല,
പണം തടസ്സമല്ല. അത് വേറൊന്ന്, പണം എന്നുള്ള വേറെ, ഇന്ന് കണ്ണടഞ്ഞതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നബി സ്വഹാബികളെ അല്ലാഹു തആല ചില ആളുകൾക്ക് കൊടുക്കുന്ന റഹ്മത്താണത്. ഖാല റസൂലുള്ളാഹി മാഷാ അല്ലാഹ്. സുലൈമാൻ നബിക്ക് അല്ലാഹു കൊടുത്ത നിഅമത്തൊക്കെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് എത്രയാ കൊടുത്തത്. ഏക്കറക്കണക്കൊന്നല്ല, ഏക്കറെന്ന് പറയാൻ പറ്റൂല. എല്ലാം കൊടുത്തപ്പോൾ ഒരു മോഹട്ടാ സുലൈമാൻ നബിക്ക്. അങ്ങനെ ഉണ്ടല്ലോ ചില മുതലാളിമാർക്ക് എത്ര കൊടുത്താലും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ഒന്നും മറക്കൂല, ഖൈറാത്തുകളൊന്നും മറക്കൂല. ചില ആളുകളോ നോക്കിങ്ങൾ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു സാധു കുടുംബം, ചെറിയ ചെറ്റക്കുടിൽ, ആ ചെറ്റക്കുടിയിലുള്ള മനുഷ്യനെ പിന്നീട് വലിയൊരു മുതലാളിയായി. അപ്പോൾ നോക്കുമ്പോൾ ചില ആളുകൾ മുതലാളിയായി നോക്കുമ്പോൾ ഒരു വീട്ടുകാരന് വീട്ടിൽ ആളില്ല, മുത്താലിമിന് ഒരു നേരത്തെ ഭക്ഷണം, വീട്ടിൽ ആളില്ല. മുതലാളിയാളൊരു ഗുണമാണത്, വീട്ടിലാളില്ല. വേറെ അതേപോലെ മുതലാളിയെ മറ്റൊരു മനുഷ്യൻ, അയാളെ വീട്ടിൽ 8-10 കുട്ടിയാണ്, 8-10 കുട്ടികൾ ഭക്ഷണത്തിന് പോവുക. ആ നിഅമത്ത് പോലെയുള്ള ഇപ്പുറത്തുള്ള ആളോ, ഇയാൾ വരെ വീട്ടിൽ ആളില്ല. ഇനി മാസത്തിലോ 2 മാസം കൂടുമ്പോൾ ഉസ്താദുമാർക്കൊരു ചെറിയ ഭക്ഷണത്തിൻ്റെ, നമ്മളുണ്ടല്ലോ ഒരു ഭക്ഷണം വരുന്ന ദിവസം ഉണ്ടല്ലോ, അന്ന് ഹോട്ടലിൽ ഏൽപ്പിക്കും മുതലാളിയുടെ വീട്ടിൽ നിന്ന്. പാവങ്ങൾ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഒരു മുതലാളിയാണ് ഹോട്ടലിൽ ഏൽപ്പിക്കും. ഇന്ന് സമയമല്ല, എന്നാൽ വീട്ടുകാർക്ക് സമയമുണ്ടാ? വീട്ടുകാർക്ക് അത്രയില്ല. ഇത് ആണുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ബർക്കത്തെ പറഞ്ഞാൽ മതി, ആണുങ്ങളെ പറയാൻ പറ്റൂല. നിങ്ങൾ നാളെ ഉസ്താദിൻ്റെ ചിലവല്ലേ, ഉസ്താദ്മാരെ ചിലവല്ലേ, ഇനി ഇവിടെ എന്തൊക്കെ, ഞാനിപ്പോൾ എന്താ, എനിക്കാണ് സുഖമില്ല. അത് കേൾക്കുമ്പോൾ തന്നെ ആണും കുടുങ്ങി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് വല്ലതും ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പം അങ്ങനത്തെ അവസ്ഥകൾ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന് മാഷാ അല്ലാഹ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല വല്ലാത്ത നിഅമത്ത് കൊടുത്തു. ആ നിഅമത്തങ്ങ് കൊടുത്തപ്പോൾ സുലൈമാൻ നബിക്ക് ഒരു ആഗ്രഹം, പടച്ചവനെ നിന്റെ എല്ലാ അടിമകൾക്കും ഒരു നേരത്തെ ഭക്ഷണം ഞാൻ കൊടുത്തോട്ടെ. അള്ളാഹു പറഞ്ഞു, സുലൈമാൻ നബിയെ കഴിയൂല തങ്ങളെ, എൻ്റെ മുഴുവൻ അടിമകൾക്കും ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് കഴിയൂല നബിയേ. സുലൈമാൻ നബി പറഞ്ഞു, പടച്ചോരെ നീ എത്ര എനിക്ക് തന്നത്, എന്നാൽ ഏതെങ്കിലും ഒരു വീട്ടരത്തിന്, ഒരു കൂട്ടർക്ക്, നിങ്ങൾക്ക് ആരെ താല്പര്യമുള്ള കടലിലെ സമുദ്രത്തിലെ ജീവികൾക്കൊക്കെ ഞാൻ ഒരുത്തി നേരത്തെ ഭക്ഷണം. അല്ല പറഞ്ഞു, ഉമ്മമാരെ കേട്ടോളി, അല്ല പറ നിങ്ങളിഷ്ടല്ലേ കൊടുത്തോളി നബിയേ. കൊടുക്കാനൊരുങ്ങിയില്ലേ, പിറ്റത്തെ ദിവസം 1000 കിലോമീറ്റർ തൂരൻ അറലൻ വല്ലാത്ത വിശാലമായ രൂപത്തിൽ ഭക്ഷണം കുന്നുകൂട്ടി വെച്ചു. അപ്പോൾ അള്ള ചോദിക്കുക, സുലൈമാൻ നബിയെ സമയമായോ? ആ പാവങ്ങൾ ഭക്ഷണത്തിന് മുട്ടിയിരിക്കുന്നുണ്ട്, സമയമായോ? അപ്പോൾ നമ്മൾ പറയില്ല കറിയും കൂടി ആവട്ടെ, ചിലപ്പോൾ പപ്പടം പൊരിക്കട്ടെ എന്നൊക്കെ പറയില്ലേ, എന്നാലും കറിയും കൂടി ആവട്ടെ. അങ്ങനെ കറിയായി. കറിയും കൂടി ആയപ്പോൾ ഇപ്പോൾ റെഡിയായോ? എല്ലാം റെഡി, കറിയും റെഡി, ഭക്ഷണം റെഡി, പപ്പടും റെഡി. പപ്പടം അന്നത്തെ പപ്പടാട്ടെ, സംശയം ചോദിക്കൊന്നും വേണ്ട. അപ്പോൾ പപ്പടും റെഡി, അപ്പോൾ എല്ലാം റെഡി. അത് സുലൈമാൻ നബി പറയാ അള്ളാഹുവിനോട്, റബ്ബേ വിട്ടോളൂ നിൻ്റെ അടിമകളെ, കടലിലെ ജീവികളെ. നാട്ടുകാരെ, ഒരൊറ്റ മത്സ്യം, ഒരു ജീവി അതാ സമുദ്രത്തിൽ നിന്ന് വരുന്നു, കടലിൽ നിന്ന് വന്നുകൊണ്ട് ആ കാണുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ മുഴുവനും ഒരു പിടുത്തം. എന്നിട്ട് ആ ജീവി പറയാ, സുലൈമാൻ നബിയെ അകത്തെ പള്ളി കൂടെ കൊതു പാറിയ പോലെ ഒന്നും ആയിട്ടില്ലട്ടാ, ഒന്നും ആയിട്ടില്ല. നിങ്ങളല്ലേ എൻ്റെ ഉച്ചഭക്ഷണം ഏറ്റെടുത്തത്, നിങ്ങളല്ലേ. സുബ്ഹാനല്ലാഹ്. സുലൈമാൻ നബി അന്താളിക്കുന്നു. പിന്നെ തുരുതുരാ, നമ്മുടെ നാട്ടുഭാഷ പോലെ തുരുതുരാ, എന്താ പറയുക, തേനീച്ച കൂട് പോലെയാണ് മത്സ്യങ്ങൾ വരുന്നേന്ന്. സുലൈമാൻ, നിങ്ങളല്ലേ നമ്മളെ ഭക്ഷണം ഏറ്റെടുത്ത്, ഇവിടെ ഉള്ളതൊക്കെ ഒരു ജീവി കൊണ്ടുപോയി. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. തൗബ ചെയ്തു. സുലൈമാൻ നബി പറയാ, പടച്ചവനെ നിന്റെ അടിമകൾക്ക് നിനക്കല്ലാതെ കൊടുക്കാൻ കഴിയൂലട്ടാ, ലോകത്താർക്കും കഴിയൂല. സുലൈമാൻ നബിക്ക് അല്ലാഹ് കൊടുത്ത നിഅമത്താണ്, കണക്കും കഴിയില്ല. ചില ആളുകൾക്കുണ്ടാവും. അല്ലാഹു തആല കൊടുക്കുന്ന അനുഗ്രഹമാണ്. ഓ ചെറുപ്പക്കാരെ, ബിസിനസ്സുകാരായ എൻ്റെ സഹോദരങ്ങളെ, എത്ര നല്ല അല്ലാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ എന്ത് നടത്തിയാലും, അതിലൂടെ എത്ര നല്ല നിഅമത്ത് നൽകിയാലും അത് അനുഗ്രഹമാണ്, സന്തോഷമാണ്. പക്ഷേ ഗിനൽ മുതകബ്ബിറുൻ, അഹംഭാവം കാണിക്കരുത്. ഒരു ചെറിയ പെട്ടിക്കടയാണോ തുടങ്ങിയത്,
തുണിഷോപ്പാണോ തുടങ്ങിയത്, ഒരു ചെരുപ്പ് കടയാണോ തുടങ്ങിയത്, എന്താണ് എങ്കിലും അല്ലാഹു എൻ്റെ പൊന്നുമക്കളെ പോറ്റാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന ആ നീയത്ത് വെച്ചാൽ ആ പെട്ടിക്കടയിൽ പ്രവർത്തിക്കുന്നത് ഇബാദത്താണ്. മുസ്ലിമീങ്ങളെ, ആ ചെരുപ്പ് കടയിൽ എത്ര മണിക്കൂറാണ് നിൽക്കുന്നത്, അത് ഇബാദത്താണ്. ഇബാദത്താണ്. കച്ചവടം അത് ബർക്കത്താണ്. അല്ലാഹുവിന്റെ വജ്ഹ് ലക്ഷ്യം വെച്ചാൽ, എന്നിട്ട് അത് കാരണമായി അല്ലാഹു നിഅമത്ത് നൽകി മുതലാളിയായോ, അഹംഭാവിയാവരുതേ. ഖാല റസൂലുള്ളാഹി, അഹംഭാവിയാണോ അവൻ ഇബ്ലീസിന്റെ മോനാണ്. അഹംഭാവി എന്ന് പറഞ്ഞ വല്ലാത്ത കിബറ്. അല്പ 10 റുപ്യ കിട്ടിയപ്പോഴേക്ക് പണ്ട് കാലത്തെ കണ്ട് ഈ കഴിവില്ലാത്ത ആളുണ്ടല്ല, ചെരുപ്പിട്ട് കഴിവുള്ളവരുടെ കൂടെ നടക്കാൻ പാടില്ല, അവിടെ വീടിൻ്റെ അരികിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം ആ കാലം പോയി. ഇപ്പം ചിലപ്പോൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എൻ്റെ അടുത്തുണ്ട് കയറി ഒന്നും ഉണ്ടാകില്ല, എന്നാലും പറച്ചിൽ ചോറേക്കാൻ അങ്ങനത്തെ കാലമാണ്. പക്ഷേ എന്തിനും വകവെച്ചു കൊടുക്കാത്തൊരു കാലം. അതുകൊണ്ട് തന്നെ മുതലാളിമാർ അഹംഭാവം കാണിച്ചാൽ സാധാരണക്കാർ വിടുന്നില്ല. മഹിമ പറയ, തറവാടിൻ്റെ മഹിമ, കാശിൻ്റെ മഹിമ, പൊരിമ പറയ. മുത്തക്കബ്ബിറായ മുതലാളി, അയാ ഫാഖിറം ബിൻ നസബി കൈഫ തഫാഖുറു വഅസ്ലുകുമു മിൻ ഖബ്ലു തീയം വനായരു വആശാരി മൂശാരി വമണ്ണാനു പാണനു വകൊയപ്പാനു ചട്ടിയും വനായാടി പറയരു. വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ, അല്ലാഹുവേ ഇവിടുത്തെ തറചേറ്റി കൊടുക്കണേ അല്ലാ. ഉമ്മമാരെ, ഉമർ ഖാദി ഉപ്പാപ്പ പറയാ, ഒരു പെണ്ണിൻ്റെ മാപ്പിള ഗൾഫ് പോകുമ്പോഴേക്കും പെണ്ണിൻ്റെ അങ്ങനെ പൊങ്ങേ, അതാ പൊങ്ങച്ചി എന്നാ പറയാ. അതിൻ്റെ ഒരു ചീയും കൂടെ അവരാകുമ്പോൾ പൊങ്ങച്ചി എന്ന് പറയും. ഒരു പെണ്ണിൻ്റെ മാപ്പിള ഗൾഫിലെത്തുമ്പോഴേക്കും അവളൊരു ഹുങ്ക്, അവളൊരു നടത്തം, അവളൊരു പളപളപ്പ്. എന്തൊരു ശൈലിയും. നോക്കൂ നിങ്ങൾ, എവിടെയാണ് പെണ്ണേ നിനക്ക് തറവാടിൻ്റെ മഹിമ പറയാനുള്ളത്? അയാ ഫാഖിറം ബിൻ നസബി, തറവാടിൻ്റെ മഹിമ പറയുന്ന, പണത്തിൻ്റെ കൊടുപ്പ് കൊണ്ട് പത്രാസ് പറയുന്ന പെണ്ണേ, നിന്റെ ഭർത്താവ് ഗൾഫിലായത് കൊണ്ടാണോ, നിന്റെ ചെറിയ മോൻ ഗൾഫിലായത് കൊണ്ടാണോ, നിന്റെ ആങ്ങള ഗൾഫിലായത് കൊണ്ടാണോ നീ മഹിമ പറയുന്നത്? കൈഫ തഫാഖുറു, ആരോട് പറയും പണ്ടേ നിന്റെ മഹിമ? വഅസ്ലുകുമു മിൻ ഖബ്ലു തീയം വനായരു. ഒന്ന് നോക്കൂ നിന്റെ മോളെ, നിനക്ക് നിന്റെ ബാപ്പയുടെ പേര് പറയാൻ കഴിയുമല്ലോ? ഉപ്പാന്റെ ഉപ്പ, ഉപ്പയുടെ ഉപ്പ, 4 ഉപ്പയുടെ പേര് പറയാൻ കഴിയോ പെങ്ങളെ? 5ാമത്തെ ബാപ്പ പറയും ഉപ്പ, എൻ്റെ ഉപ്പ, ഉപ്പയുടെ ഉപ്പ, ഉപ്പയുടെ ഉപ്പ, ഉപ്പയുടെ ഉപ്പ. 5ാമത്തെ ബാപ്പയുടെ പേര് പെങ്ങളെ നിന്റെ നാവിലൂടെന്ന് പറയട്ടെ. നിനക്ക് കഴിയോ ഇല്ലേ? വഅസ്ലുകുമു മിൻ ഖബ്ലു തീയം വനായരു വആശാരി മൂശാരി വമണ്ണാനു പാണനു വകൊയപ്പാനു ചട്ടിയും വനായാടി പറയരു. അങ്ങ് പോയാലേ ഉപ്പ, ഉപ്പാൻ്റെ അപ്പ, പിന്നെ അങ്ങനെ പോകും. ഈ പറയപ്പെട്ട കബീലയിലേക്ക് അങ്ങനെ പോകും. ഇതല്ലേ നിന്റെ അവസ്ഥ? മഹാനായ ഉമറുൽ ഖാദി, ബർക്കച്ചലി ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഉമർ ഖാദി തങ്ങൾ വലിയ മഹാനാണ്. ഉമർ ഖാദി തങ്ങളാ പറയുന്നത്, തറവാടിൻ്റെ മഹിമ പറഞ്ഞ് ഒരു പെണ്ണും അഹങ്കരിച്ചുകൊണ്ട് നടക്കണ്ട, അല്ല വിടൂല, റോട്ടിൽ വെച്ച് നിന്നെ പിടിക്കും റബ്ബ്. അഹംഭാവികളെ റോഡുകൾ വെച്ച് തന്നെ പിടിക്കും. അഹംഭാവികളല്ല വിടില്ല. ഗിനൻ മുതകബ്ബിറുൻ, കിബ്ർ കാണിക്കുന്ന മുതലാളി. 3ാമതായി പറയുന്നു താജിറുൽ ഖായിനുൻ, ചതിയന്മാരായ കച്ചവടക്കാർ. ചതിയന്മാരായ കച്ചവടക്കാർ, കച്ചവടക്കാരുടെ ചതിയും ബ്രോക്കർമാരുടെ വഞ്ചനയും. ഞാനൊരു സീഡിയൻ ഇറക്കിയിട്ടുണ്ട്. കച്ചവടക്കാരുടെ ചതിയും ബ്രോക്കർമാരുടെ വഞ്ചന. ഇന്നാലില്ലാ, കള്ള ബ്രോക്കർമാർ പെരുകിയ കാലമാണ്. ബ്രോക്കർമാരുടെ പെരുക്ക് ഭൂമിക്ക് നാശമായിരിക്കുകയാണ്. ഭൂമി വരെ കണ്ണീരൊടുക്കുന്ന അവസ്ഥയിലാണ് ഈ കള്ള ബ്രോക്കർമാരുടെ പെരുക്കുകൊണ്ട്.
നോക്കൂ നിങ്ങൾ, കച്ചവടക്കാരുടെ ചതി, ബ്രോക്കർമാരുടെ വഞ്ചന പെരുകിയ കാലമാണ് നാട്ടുകാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കള്ള ബ്രോക്കർമാരും ചതിയന്മാരായ കച്ചവടക്കാരും ഇബ്ലീസിന്റെ മൂന്നാമത്തെ മക്കളാണ്. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. നല്ലൊരു ഇബാദത്തിന്റെ ഭാഗമാണ് കച്ചവടം, നല്ലൊരു സഹായത്തിന്റെ ഭാഗമാണ് ബ്രോക്കർ പണിയും. ബ്രോക്കർ എന്ന് പറയുന്ന ആ ജോലിയെ എതിർക്കുന്ന മുസ്ലിയാരല്ല ഈ വിനീതൻ. കാരണം ബ്രോക്കർമാരെ കൊണ്ട് നീയത്ത് നന്നാക്കിയ നല്ല നല്ല ഹാജിമാരായ ബ്രോക്കർമാർ, അവരെ കൊണ്ട് നാടിനത്ര പാവങ്ങൾക്കത്ര ഉപകാരം നടന്നിട്ടുണ്ട്. എത്രയോ പെൺകുട്ടികൾ വീട് നിറയെ നിറഞ്ഞു കിടക്കുന്ന പാവങ്ങൾക്ക് ഒരു കല്യാണമുണ്ടാക്കി കൊടുത്ത എത്ര നല്ല നല്ല ബ്രോക്കർമാരുണ്ട്. വീടില്ലാതെ വിഷമിച്ച് കണ്ണീരൊടുക്കുന്ന പാവങ്ങൾക്ക് 4 or 5 സ്ഥലം ഉണ്ടാക്കിക്കൊടുത്ത് അത് നല്ല രൂപത്തിൽ വാങ്ങിക്കൊടുക്കുന്ന എത്ര നല്ല ഇഖ്ലാസുള്ള ആ കുടുംബം രക്ഷപ്പെടട്ടെ, ആ പാവങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധുക്കൾക്ക് സ്ഥലമുണ്ടാക്കി കൊടുക്കുന്ന, സ്ഥലം വാങ്ങിക്കൊടുക്കുന്ന, സ്ഥലം കച്ചവടം ചെയ്തു കൊടുക്കുന്ന വലിയ വലിയ തുകകൾക്ക് പറഞ്ഞ് ആളുകൾ പറ്റിക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ട ബ്രോക്കറായ ഇഖ്ലാസുള്ള ഹാജിയാർ, ഇഖ്ലാസുള്ള ചെറുപ്പക്കാരിൽ അതിൽ ഇടപെട്ടുകൊണ്ട് കാശൊക്കെ കുറപ്പിച്ച് പാവങ്ങളെ സന്തോഷിപ്പിച്ച എത്ര നല്ല ബ്രോക്കർമാരുണ്ട്. അവർക്കൊക്കെ നല്ല നല്ല പ്രതിഫലങ്ങൾ അല്ലാഹു കൊടുക്കുന്നതാണ്. ബ്രോക്കർ പണി അത് മോശപ്പെട്ട പണിയല്ല. ബ്രോക്കർ എന്ന് പറയുമ്പോൾ നല്ല രൂപത്തിലൂടെ നടക്കുന്നവരുണ്ട്. നാട്ടുകാരെ, 1 ലക്ഷം രൂപയുള്ള സ്ഥലത്തിന് ആ സ്ഥലത്തിൻ്റെ ഉടമയോട് ചെന്ന് പറയും, തലകുത്തി മറഞ്ഞാലും 1 ലക്ഷം കിട്ടാൻ സാധ്യതയില്ല, ഏറിയാൽ ഒരു 40 or 50 കിട്ടിയേക്കാം. ഇത് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുടെ അരികിൽ ചെന്ന് 1.5-2 ലക്ഷത്തിൻ്റെ അടുത്തവിടെ വിലയുണ്ട്. ഒരേ മനുഷ്യൻ 2 ആളുകളോട് 2 അഭിപ്രായമാണ്. ഒരു മനുഷ്യനാണ് ഒരു വ്യക്തിയോട് പറയുന്നത് 1 ലക്ഷം പോയി 50,000 കിട്ടാൻ സാധ്യതയില്ല. അതേ മനുഷ്യൻ അപ്പുറത്ത് ചെന്നുകൊണ്ട് 1.5-2 ലക്ഷത്തിന് വിലയുണ്ട് ആ ഭൂമി, ആ വീടിന്റെ വില അത്രമാത്രമുണ്ടോ? മനുഷ്യ, ഇവൻ കള്ളനാൻ, ഇവൻ കള്ളനാൻ, മനുഷ്യ സമൂഹത്തെ വഞ്ചിക്കുന്ന കള്ളനാൻ. ആ കള്ള ബ്രോക്കർ അല്ലാഹു ലയുഅദ്ദിബു ഹലാക്കൽ അബ്ദി, മരിച്ചിട്ടല്ല, പള്ളിക്കാട്ടിൽ പോയിട്ടുമല്ല, ഇവിടെ വെച്ച് തന്നെ ഒരു വേള മറ്റു ആഫത്തുകൾ കൊടുത്ത് 2 കിഡ്നി പോയി എന്ന് കേൾക്കാം, അവന് ക്യാൻസർ ആണെന്ന് കേൾക്കാം, അവന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണെന്ന് കേൾക്കാം എന്നുള്ള മാറാവ്യാധികൾ കൊടുത്തിട്ട് പടച്ച റബ്ബ് മൂത്രത്തിലിട്ട് അവനെ കുടുക്കിയിട്ടല്ലാതെ മരിപ്പിക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ മാഷാ അല്ലാഹ്. ധാരാളം പെരുകിയൊരു കാലം. നോക്കൂ നിങ്ങൾ, കള്ള ബ്രോക്കർമാർ ഒരു വ്യക്തി 2 ആളോട് 2 അഭിപ്രായം ചെന്ന് പറയുന്ന അത് വഞ്ചനയാണ്, ചതിയാണത്, വഞ്ചകന്മാരാണവര്. മാത്രമല്ല, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ ചൊല്ലി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നാട്ടുകാരെ, പറയുന്നത് ബ്രോക്കർമാരോട് പറയുന്നു, മനുഷ്യ, ഇയ്യാക യാ അഖീ, മഹാന്മാരായ യുസല്ലി കുല്ല യൗമിൻ വലൈലത്തിൻ അൽഫ റക്അ, എൻ്റെ ശബ്ദം കേൾക്കുന്ന നാട്ടുകാരെ, ഇസ്ലാമിൻ്റെ പടയാളികളാ വേണ്ടുന്ന ചെറുപ്പക്കാരെ, 1000 യുസല്ലി കുല്ല യൗമിൻ വലൈലത്തിൻ അൽഫ റക്അ, ഒരു ദിവസം 1000 റക്അത്ത് വീതം നിസ്കരിക്കുന്ന ആളുകളാണ് പറയുന്നത്. ഇയ്യാക യാ അഖീ, ബ്രോക്കറായി രാവിലെ പുതിയ ഡ്രസ്സ് ധരിച്ച് പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ബ്രോക്കർക്ക് തന്നെ അതൊരു ഹോബിയാണ്. പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് അങ്ങാടിയിലൂടെ നടക്കുന്ന ഓ സ്നേഹിത,
800 വർഷങ്ങൾക്ക് മുമ്പ് മഹത്തുക്കളാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇയ്യാക അൻ തഗ്തബിത ബിശൈഇൻ മിൻ ഹുഖൂഖിന്നാസ്. അല്ലാഹു പടച്ച പാവപ്പെട്ട മനുഷ്യരുടെ ഹക്കുകളിൽ നിന്ന് ഒരു വസ്തുവിലും നീ ചതി കാണിക്കരുത്, കൂട്ടിക്കുറക്കാൻ പോകരുത്. ഫഇന്നൽ ബറകത ലാ തകൂൻ ഫഇന്നൽ ബറകത ലാ തകൂനു മഅൽ ഖിയാ. ഏതെങ്കിലും ഒരു ചെറിയ കച്ചവടം ചെയ്യുന്ന വിഷയത്തിൽ നടക്കുമ്പോ ഒരു ചെറിയ ചതിയുണ്ടോ, അതോടുകൂടെ നിന്റെ ജീവിതത്തിലെ ബറക്കത്താണ് പോകുന്നത്. ഹറാമിൽ നിന്ന് അല്പമെങ്ങാനും ഒരു ബ്രോക്കർ പറ്റിപ്പോയാൽ യുത്ലിഫു കസീറൻ മിനൽ ഹലാൽ, ആ മനുഷ്യന്റെ ഹലാലായ സമ്പത്ത് എത്രയുണ്ടോ അത് നശിച്ചു പോകും. നഊദു ബില്ലാഹ്. നോക്ക് നാട്ടുകാരെ, 800 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹത്തുക്കൾ എഴുതി വെച്ചിരിക്കുകയാണ്. വഇന്ന ഖലീലൻ മിനൽ ഹറാം. ഏതെങ്കിലും ഒരു മനുഷ്യൻ ബ്രോക്കർ പണി എടുത്തിട്ട് സാധുക്കളായ മനുഷ്യരിൽ നിന്ന് മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ മനുഷ്യവർഗം അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്, ആ മനുഷ്യന്മാരെ ചതിച്ചുകൊണ്ട് 10 രൂപയെങ്ങാനും ഓവറായി നീ പിടിക്കുന്നുവെങ്കിൽ ഒരു ബ്രോക്കർ പണി ഒരു ജോലിയാണ്. അത് ഹലാലായ രൂപത്തിലൂടെ നല്ലത് പറഞ്ഞ് കാശ് വാങ്ങാം, പക്ഷേ ചതിച്ചുകൊണ്ട് വാങ്ങിപ്പോകരുത്. ഇപ്പുറത്ത് പറഞ്ഞ വില, വാങ്ങുന്നവനോട് വിലയൊന്ന് വേറെ, കൊടുക്കുന്നവരോട് വിലയൊന്നും മറ്റൊന്നും. അത് ഏറ്റവും വലിയ ചതിയാണ്, വഞ്ചനയാണ്. രണ്ടാളോടും പറയണം. ഇത് എൻ്റെ മക്കളെ പോറ്റാൻ ഞാനിങ്ങനെ ജോലി ചെയ്യുകയാണ്, അതിന് നിങ്ങൾ എനിക്ക് വല്ലതും തരും വേണം. നിബന്ധന വെക്കരുത്, എനിക്ക് നിങ്ങൾ വല്ലതും തരണം. അങ്ങനെ വാങ്ങിയാൽ ഇത് ഹലാലാൻ, എത്ര കിട്ടിയാലും വാങ്ങും. അല്ലേ അവൻ്റെ അധ്വാനത്തിന് എനിക്ക് ഇത്ര നൽകിയാൽ എനിക്ക് മുതലാകൂ, അത് പറയാം. ചതിച്ച് വാങ്ങരുത്. ഇപ്പുറത്ത് 5 ലക്ഷമേ ഈ കാണുന്ന വീടിനും ഭൂമിക്കും ഉള്ളൂ. പക്ഷേ അപ്പോഴേക്ക് ഈ സാധുക്കൾ കുടുങ്ങി. ഈ സാധുക്കൾ പറഞ്ഞു, എനിക്ക് 2 മോളെ കെട്ടിക്കണം, 6 ലക്ഷം ഇരിക്കക്കൂരാണ്, ഇത് വിറ്റാഞ്ഞ് വേറെ ഒന്നുമില്ല, 6 ലക്ഷത്തിന് നിങ്ങളിത് വിറ്റേന്. ഇതൊരു 6 ലക്ഷത്തിന് നോക്കട്ടെ, പരിശ്രമിച്ചു നോക്കട്ടെ, 6ഒക്കെ കിട്ടാൻ പ്രയാസ. അങ്ങനെ 6, 5.5 പറഞ്ഞ് 8.5 ലക്ഷം രൂപക്ക് മറ്റൊരത്തലിനെ വിൽക്കുന്നു. ഈ പാവപ്പെട്ട ഈ സാധു കുടുംബങ്ങൾ, അവരുടെ രക്തമാണത്, ആ പാവങ്ങളുടെ രക്തമാണത്. ആ രക്തമാണ് ഈ മനുഷ്യൻ അറിയാതെ മറ്റുള്ളവർക്ക് 8.5 ലക്ഷത്തിൽ വിറ്റുകൊണ്ട് ഈ പാവങ്ങളുടെ ചോരയാണ് കുടിക്കുന്നത്. വിടൂല റബ്ബ്, ഈ ബ്രോക്കർ അല്ല വിടൂല. അല്ലാഹു തആല പാഠം പഠിപ്പിച്ചു കളയും, അല്ലാഹു പൊരിച്ചു കളയും. അങ്ങനത്തെ ബ്രോക്കർമാർ ഒരു സുപ്രഭാതത്തിൽ നല്ല മഹിമയോടെ നടക്കും, പിന്നെ പാപ്പറാകും. അല്ല പാപ്പറാക്കി കളയും. ഈ ഭൂമിയിൽ വെച്ച് മരിച്ചിട്ടല്ലാന്ന്, ഭൂമിയിൽ വെച്ച് അല്ല പാപ്പറാക്കി കളയും. അതുകൊണ്ടാ മഹാന്മാർ പറയുന്നത്, മനുഷ്യ ബ്രോക്കർ പടി എന്ന് പറയുന്നത് മോശമായ പ്രവൃത്തിയൊന്നുമല്ല. ലോകത്തൊരു മനുഷ്യനെയും ചതിക്കാൻ പോകരുത്. വഇയ്യാക യാ അഖീ. കണ്ടോ നാട്ടുകാരെ, എൻ്റെ അനുജന്മാരെ, അല്ലാഹുവിൻ്റെ മഹത്തുക്കളാണ് പറയുന്നത്. ഇൻ ഖുന്ത ദിർഹമാ. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ വീട് വിറ്റോ പറമ്പ് വിറ്റോ ഒരു പെൺകുട്ടിക്ക് കല്യാണം ശരിയാക്കി കൊടുത്തിട്ടോ, എത്ര സാധുക്കളാണ് ഒരു പെൺകുഞ്ഞിന് കല്യാണം ശരിയായിട്ട്, എത്ര ബ്രോക്കർമാരാണ് പാവങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച് 25,000-ഉം 50,000-ഉം ഒരു പെൺകുട്ടിക്ക് കല്യാണം ശരിയാക്കി കൊടുത്തതിന് വാങ്ങുന്ന. എടോ മനുഷ്യ, നിന്റെ പെങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ നിന്റെ വേദന എത്രയാണ്. ഒരു പെൺകുഞ്ഞിന് ഒരു കല്യാണം ശരിയാക്കി കൊടുത്തതിനാണോ നീ 25,000 രൂപ പറ്റിയത്? നിന്റെ പെങ്ങളെ ഓർത്തോ?